ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ഫോർ ലിവിംഗിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്ത എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ കുറച്ച് സ്റ്റോക്കുകൾ കാണും അല്ലേ. നമ്മൾ ദുരന്തങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മളിപ്പോ എന്താ പറയുക, ടാറ്റ മോട്ടോഴ്സ് മേടിച്ച് നോക്കിയാൽ ടാറ്റ മോട്ടോഴ്സ് നമ്മളൊക്കെ മേടിച്ച പ്രൈസ് 430 നമ്മളതിൽ ചിലതെങ്കിലും ഓക്കെ 430 അല്ലെങ്കിൽ 400 ആണെന്ന് വെക്കുക. നമ്മൾ 400 ടാറ്റ മോട്ടോഴ്സ് മേടിച്ചു. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്നത് 150 അല്ലെങ്കിൽ 160 റേഞ്ചാണ്. എൻ്റെ കയ്യിൽ 1000 ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 1000 കൊടക് മഹീന്ദ്ര ബാങ്ക് ഉണ്ട്. കൊടക്ക് ഞാൻ മേടിച്ചത് 1700 രൂപയ്ക്കാണ്. പക്ഷെ ഇപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ 700 രൂപ ലോസ് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വെയിറ്റ് ചെയ്യും. ഒന്നുകിൽ ലോസ് ബുക്ക് ചെയ്തിറങ്ങും, അതാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഒരു സ്റ്റോക്കിന്റെ വില 10% താഴെ എത്തിയാൽ അത് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിറങ്ങുക. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യാതെ തലയിലായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ കുറേ സ്റ്റോക്സ് ഉണ്ട്. ഞാൻ കൊടക് മഹീന്ദ്ര പറയും. ഓക്കെ, അതൊരു 1700 മേടിച്ചു, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഓട്ടോ റിലീസ്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ട് വില എന്ന് പറയുന്നത് 1000 രൂപീസാണ്. എൻ്റെ കയ്യിൽ 1000 ഉണ്ട്. എന്താ ചെയ്യുക? അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരുപക്ഷെ നമ്മുടെ തുടക്കത്തിലുള്ള പാളിച്ചകളായിരിക്കാം. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ 1000 കൊടക് മഹീന്ദ്ര ബാങ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 1000 രൂപീസാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിലൊരു 30% ഷെയർസ് എടുക്കുക. 1000 ഷെയർസ് ആണെങ്കിൽ 30% എന്ന് പറയുന്നത്, ഞാൻ 1000 എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ കൊടക് മഹീന്ദ്ര മാറ്റിയിട്ട് നമുക്ക് വേറെ ക്രെസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാമ്പിൾ ഇക്വിറ്റാസോ ഏതെങ്കിലും എടുക്കാം. ഞാൻ അത്യാവശ്യം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോ നമ്മുടെ കൊടക് മഹീന്ദ്ര ബാങ്ക് വെച്ച് മുന്നോട്ട് പോകാം. അതെ, അപ്പോൾ 7 ലക്ഷം രൂപ ലോസ് ആണ് അല്ലെ. അപ്പോൾ 700 × 1000 7 ലക്ഷം രൂപ ലോസ്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡ്, ഞാൻ മേടിച്ച സമയത്ത് അത് 1700 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള സംഭവം ഒരു പശുവാണെന്ന് നോക്കി. അതായത് കൊടക് മഹീന്ദ്ര ബാങ്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പശുവാണ്. ആ പശുവിനെ നമുക്ക് ഡെയിലി കറക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ കയ്യിലുള്ള 1000 ഷെയർസ് നിന്ന് ഒരു 30% ഷെയർസ് എടുക്കുക. 1000ന്റെ 30% ആൾമോസ്റ്റ് 300 വരും. അപ്പോൾ ഈ ഒരു 300 ഷെയർസ് എടുക്കുക. ഈ 300 ഷെയർസ് എടുത്തിട്ട് 30 അല്ലെങ്കിൽ ഒരു 20% എടുക്കുക. ഈ 20% എടുത്തിട്ട് അതിനെ ദിവസം അതിന്റെ മൂവ്മെന്റ് അനുസരിച്ച്, അതായത് നമുക്ക് ഓരോ ഷെയറിനും ഡെയിലി മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇക്കോടൊക്കെ പറഞ്ഞാണെങ്കിൽ ദിവസം ഒരു 10-20 രൂപയുടെ മൂവ്മെന്റ് വരും അല്ലെ. അതായത് ഓപ്പണിംഗ് പ്രൈസ് പ്ലസ് 10 രൂപ എപ്പോഴും കയറും, അല്ലെങ്കിൽ 15 രൂപ എപ്പോഴും കയറും. അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 30% അല്ലെങ്കിൽ 10% ഷെയർസ് എടുത്ത് ഓപ്പണിംഗ് പ്രൈസ് പ്ലസ് 10 രൂപയ്ക്ക് വിൽക്കുക. അതായത് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് 1000 ആണെങ്കിൽ 1010 ഒരു 20 ഷെയർ, 1020 20 ഷെയർ, 1030 അങ്ങനെ ഒരു 150 ഷെയർസ് അങ്ങ് വിൽക്കുക. അതിനുശേഷം മാർക്കറ്റ് ഇടിയുവാണെങ്കിൽ തിരിച്ചു മേടിക്കുക. ഇന്ന് തന്നെ ഇടിയുവാണെങ്കിൽ തിരിച്ചു മേടിക്കുക. നമുക്കത് ഇൻട്രാഡേയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് എമൗണ്ട് നമുക്ക് ഇൻട്രാഡേയിൽ കിട്ടും. ഇനി മാർക്കറ്റ് കയറുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ ബാക്കി എത്ര 60 ഓക്കെ, ബാക്കി 60% സ്റ്റോക്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. നമ്മൾ 30% മാത്രമാണ് ഈ ഒരു മാർക്കറ്റ് കുറച്ചൊന്ന് ഹൈ ആവും അല്ലെങ്കിൽ ഷെയർസ് ഒരു അപ്രീഷിയേഷൻ കിട്ടുമ്പോൾ വിൽക്കുന്നത്. അപ്പോൾ അത് മിക്കവാറും അന്ന് തന്നെ ഇടുകയാണെങ്കിൽ തിരിച്ചു വാങ്ങിക്കുക. അന്ന് ഇടിഞ്ഞില്ല എങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ കയ്യിൽ സ്റ്റിൽ 60% ഷെയർസ് ഉണ്ട്. അപ്പോൾ അതങ്ങ് കയറി പോകണമെങ്കിൽ കയറി പോട്ടെ. നമുക്ക് ബാക്കിയുള്ള 60% നമുക്ക് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്തിറങ്ങാം. ഇനി എപ്പോഴെങ്കിലും ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ മേടിച്ച പ്രൈസിന്റെ താഴെ എത്തുമ്പോൾ തിരിച്ചു മേടിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 1200 രൂപയ്ക്ക് വിറ്റു, അല്ലെങ്കിൽ 1100 രൂപയ്ക്ക് എൻ്റെ കയ്യിലുള്ള 200 ഷെയർസ് വിറ്റു. 1200 രൂപയ്ക്ക്. അത് എപ്പോഴെങ്കിലും 1100 ആവുകയാണെങ്കിൽ നമ്മൾ വിറ്റ ഷെയർസ് തിരിച്ചു മേടിക്കുക, വേണമെങ്കിൽ ഒന്നുകൂടി എക്സ്ട്രാ മേടിക്കുക. സെയിം വേ ഇത് റിപ്പീറ്റ് ചെയ്യുക. കാരണം ഞാനിത് കുറച്ചു കാലം ചെയ്ത ടെക്നിക്കാണ്. ഒരുപക്ഷെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ലോസിലുള്ള ഷെയർസ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സ് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ടാറ്റ മോട്ടോഴ്സ് മേടിച്ചത് 400-നാണ്. പക്ഷേ എൻ്റെ മണ്ടത്തരം എന്ന് പറയട്ടെ, ഞാനത് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തില്ല. പിന്നെ അത് ഏകദേശം 112 വരെ പോയി. അപ്പോഴും എന്താ പറയുക, ഒരു നല്ലൊരു അപ്രീഷിയേഷൻ കിട്ടും. അല്ലെങ്കിൽ 5-6% അല്ലെങ്കിൽ 7% ഒക്കെ മാർക്കറ്റ് കയറുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള 10-20% സ്റ്റോക്ക് ഞാൻ വിൽക്കാറുണ്ട്. എന്നിട്ട് അതെപ്പോഴാണോ ഞാൻ വിറ്റതിനേക്കാൾ താഴെ വരുന്നത് ആഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ വിറ്റ അത്രയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടി ഞാൻ അത് ഡിപ്പിൽ ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മൊത്തം രക്തപ്പുഴയായിരിക്കും. കാരണം നമ്മൾ വാങ്ങിച്ചത് എത്രയാണ്, കൊടക്കാണെങ്കിൽ വാങ്ങിച്ചത് 1700 ആണ്. പക്ഷെ നമ്മൾ വിൽക്കുന്നത് ചിലപ്പോൾ 1100, 1200 അല്ലെങ്കിൽ 1000-നൊക്കെ ആയിരിക്കും.
അല്ലേ? പക്ഷേ അത് നമ്മുടെ ആവറേജ് കുറച്ചുകൊണ്ട് വരികയും നമുക്കൊരു ഇൻട്രാഡേ മണി കയ്യിൽ കിട്ടുകയും ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ചുവപ്പായിരിക്കും, പക്ഷെ നമുക്ക് ഇൻട്രാഡേയിൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ we will be having the same number of shares that we bought at higher level, അല്ലേ? ഞാൻ 1700 മേടിച്ച 1000 ഷെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ എനിക്കത് 1000 ഷെയർസ് എപ്പോഴും ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അത് വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റും മാറിയൊക്കെ BTST ചെയ്തും അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്തുമൊക്കെ നമുക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ അതിൽ വളരെ റിസ്ക് ഇല്ലെന്ന് തന്നെ പറയാം. ബിക്കോസ് ഇത്തരം ഷെയർസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യരുത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പല ഫ്രണ്ട്സും ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഞാൻ മേടിച്ച ടാറ്റ മോട്ടോഴ്സ് ഞാൻ പറഞ്ഞത് 400 രൂപയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം ഐ തിങ്ക് ഇറ്റ്സ് 278 സോറി ഇറ്റ്സ് 178. ബിക്കോസ് ഞാൻ അത്രയും സ്വിങ് ചെയ്തു, അല്ലെങ്കിൽ അത്രയും അതെ 178 ആണ് ഇപ്പോൾ എൻ്റെ ആവറേജ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോ കാണിച്ചു തരാം. അത് ഞാൻ 400 മേടിച്ചതാണ്, ഇപ്പോൾ 178 എത്തി. കാരണം ഞാൻ അത്രയും സ്വിങ് ചെയ്തു, പക്ഷെ അത്രയും ലോസ് അവിടെ കിടപ്പുണ്ട്, എൻ്റെ പോർട്ട്ഫോളിയോ കിടപ്പുണ്ട് അത്രയും ലോസ്. പക്ഷേ പ്രശ്നമാണെന്ന് വെച്ചാൽ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ തിരിച്ച് 400-ലെത്തുന്ന ഒരു സമയമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈവൻ 300 എത്തിയാൽ പോലും ഞാൻ പ്രോഫിറ്റിലാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യം മനസ്സിലാകത്തില്ല, കാരണം അത് പറഞ്ഞാൽ ആദ്യത്തെ തവണ ആർക്കും മനസ്സിലാകാറില്ല. നിങ്ങൾ എന്നോട് വാച്ച് ചെയ്ത് നോക്കുക, നിങ്ങളുടെ കയ്യിൽ മറ്റ് ഷെയർസുകൾ കാണും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ 100 ആണെങ്കിൽ ഒരു 30 എണ്ണം ഒരു ഹൈ വരുമ്പോൾ, ഒരു അപ്രീഷിയേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ 5-6% പെട്ടെന്നൊരു ഹൈക്ക് വരുമ്പോൾ വിറ്റ് മാറുക. ഞാൻ റിപ്പീറ്റ് ചെയ്യണത്. എന്നിട്ട് തീർച്ചയായിട്ടും അത് ഇടിയുന്ന ഒരു ദിവസം, ചിലപ്പോൾ അന്നാണെങ്കിൽ അന്ന് മേടിച്ചാൽ നമ്മൾ ഇൻട്രാഡേയിൽ പോകും, നമ്മുടെ പൈസ ഇൻട്രാഡേയിൽ കിട്ടും. അല്ല അടുത്ത ഒരു BTST അതുപോലെ നമ്മൾ വിറ്റതിന് ശേഷം തീർച്ചയായിട്ടും 2-3 ദിവസം കഴിഞ്ഞ് ഇടിയുക ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ സമയം നമ്മൾ വിറ്റ ക്വാണ്ടിറ്റി അതുപോലെ തിരിച്ച് മേടിക്കുക. ഇനി കയറി പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, കാരണം നമ്മുടെ കയ്യിൽ ബാക്കി 60% ഷെയർസ് ഉണ്ട്. സോ അഗെയിൻ ദാറ്റ് ഈസ് ആൾസോ സിമ്പിൾ. ഇതെല്ലാം എളുപ്പമാണെന്ന് തോന്നും കേൾക്കുമ്പോൾ, പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുക. ആരോ പറയുന്നത് പോലെ അഗെയിൻ റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. നമ്മൾ കുറച്ച് ട്രയൽ ആൻഡ് എറർ ചെയ്യുക, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുക, കുറച്ചൊക്കെ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ ചെയ്യുക. നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ആൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള നഷ്ടത്തിലുള്ള ഷെയർസ് വെച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനെ ഒരു പശുവാക്കി മാറ്റി എന്നും എങ്ങനെ കറക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആൾ. മറ്റൊരു എപ്പിസോഡുമായി